ഹായ്, അമരുൺ. വെൽക്കം ടു സിനി ട്രൂത്ത് സ്റ്റുഡിയോ. തുടരും കണ്ടിറങ്ങി. ആരും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ആ ഒരു ഗൂസ്പമ്പിലാണ് അവിടെ ഇരിക്കുന്നത്. ഇന്ന് ഒരു സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് മലയാളക്കര സാക്ഷ്യം വഹിച്ചു. പടം ഡയറക്ട് ചെയ്തിരിക്കുന്നത് തരുൺമൂർത്തി, എഴുതിയത് തരുൺമൂർത്തിയും KR സുനിലും രണ്ടുപേരും ചേർന്ന്. അഭിനയിച്ചേക്കുന്നത് മലയാളത്തിന്റെ സ്വന്തം അഹങ്കാരം ലാലേട്ടനും ശോഭനാണ്. ഇനി സ്ക്രിപ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അതിഗംഭീരം. ആ ഒരു ക്വാളിറ്റി തന്നെ പടം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫീൽ ഗുഡ് സിനിമയിൽ നിന്നും പെട്ടെന്നൊരു ലിഫ്റ്റിംഗ് ആണ് ഒരു ത്രില്ലർ സിനിമയിലേക്ക്. പിന്നെ ലാലേട്ടൻ, നമ്മൾ തിയേറ്ററിൽ കാണാൻ കൊതിച്ചിരുന്ന ലാലേട്ടൻ, നമ്മളെല്ലാവരും മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ലാലേട്ടൻ. ലാലേട്ടൻ എന്ന സ്റ്റാറിനെ അല്ല, ലാലേട്ടൻ എന്ന നടന വിസ്മയത്തെ തിരിച്ചു കിട്ടിയ സിനിമ. ലാലേട്ടന്റെ പഴയകാല സിനിമകളിലെ ഫ്ലെക്സിബിലിറ്റിയും എക്സ്പ്രഷൻസും എല്ലാം തിരിച്ചു കിട്ടിയ സിനിമ. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ മനസ്സിലായി കാണുമല്ലോ, ഫൈറ്റ്. അത് ഒരു ഒന്നൊന്നര ഫൈറ്റ്, എടുത്തു പറയേണ്ട ഫൈറ്റ് ഉണ്ട്. ഒപ്പം സിനിമയിലെ പോലൊരു ഫൈറ്റ്, പക്ഷെ അതിന് മുകളിൽ നിൽക്കുന്ന ഒരു ഫൈറ്റ്. ഇനി എക്സ്പ്രഷൻ. ഡയറക്ടർ തരുൺമൂർത്തി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഭ്രമരം സിനിമയെ പോലെ ചില സൈക്കിക് വില്ലനിസം സീനുകൾ, ഷോട്ടുകൾ ഈ സിനിമയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അത് തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഓരോ മോഹൻലാൽ ഫാൻസിന്റെയും ഗൂസ് ബംപ് മൂമെന്റ്സ് ആയിരിക്കും അത്. ഇനി ക്യാരക്ടേഴ്സ്, എടുത്തു പറയേണ്ട കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത് പ്രധാന വില്ലൻ പ്രകാശ് വർമ്മ. ജോർജ് എന്ന ഒരു പോലീസുകാരനാണ് പുള്ളിയെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിഗംഭീരമായി പുള്ളി ചെയ്യാറുണ്ട്. ലാലേട്ടൻ പറ്റിയ വില്ലൻ. മലയാള സിനിമയിലേക്ക് എടുത്തു പറയാവുന്ന വില്ലന്മാരുടെ പട്ടികയിലേക്ക് ഒരാൾ കൂടി. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ക്യാരക്ടറാണ് വിനു പപ്പു കൈകാര്യം ചെയ്ത ബെന്നി എന്ന ക്യാരക്ടർ. പിന്നെ ശോഭന, ലളിത എന്നൊരു വീട്ടമ്മയുടെ ക്യാരക്ടറാണ് ഇതിൽ. അപ്പൊ അതുപോലെ തന്നെ അതിഗംഭീരമായി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മകനും മകളുമായി അഭിനയിച്ച രണ്ടുപേർ അവരവരുടെ ഭാഗം നന്നാക്കിയിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ക്യാരക്ടർ നമ്മൾ അർജുന ഷാവിന്റെ ഒരു സീനിന് വേണ്ടി മാത്രം വേണ്ടിയിരുന്നില്ല എനിക്ക് തോന്നി. ഞാൻ ആ പുള്ളിയെ ആദ്യമേ കണ്ടപ്പോൾ ഞാൻ സെക്കൻഡ് ഇന്റർവെല്ല് കഴിഞ്ഞിട്ട് കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കുമെന്നുള്ളത്. കാരണം അർജുന ഷാവിനെ പോലെ ആക്ടറാണ് ഒരു സീനിലോട്ടൊക്കെ വന്നത്. പക്ഷെ ആ ഒരു സീനിനകത്ത് വേണ്ടി തീർത്തു. അർജുന ഷാ പോലെ ആള് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി എനിക്ക്. മ്യൂസിക് എക്സ് വിജോയ് അതിഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും എല്ലാം അത് പുള്ളി 100% ആത്മാർത്ഥമായിട്ട് തന്നെ പണിയെടുത്തിട്ട് അത് പടം കാണുമ്പോൾ അറിയാം. പക്ഷെ MG ശ്രീകുമാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നതായിരുന്നു വേൽമുരുക പോലൊരു പാട്ട് ഇതിലുണ്ട് എന്ന് പ്രതീക്ഷിച്ച് പോകുന്നവർ കാണുമല്ലോ. എന്നാൽ അങ്ങനെ ഒരു പാട്ടിനകത്തില്ല. ഇനി സിനിമ മൊത്തത്തെ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാത്തരം ഓഡിയൻസിനും തൃപ്തിപ്പെടുത്തുന്ന ഒരു കംപ്ലീറ്റ് മോഹൻലാൽ ചിത്രം. തിയേറ്ററിൽ പോയി തന്നെ കാണുക. കാരണം ഒരുപാട് രോമാഞ്ചിക്കുന്ന സിനിമ ഉണ്ട്. അത് തിയേറ്ററിൽ പോയി കണ്ടെങ്കിൽ മാത്രമേ നമുക്കതൊരു കണക്ട് ആവും. എന്നാലും ടിക്കറ്റ് എടുക്കുന്ന കാശിന് 100% മുതലുള്ള സിനിമയാണ്. അങ്ങനെ അടുത്ത സിനിമാ വിഷയങ്ങളുമായി വരുന്നതായിരിക്കും.